അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ രണ്ട് സീരീസുകൾ തമ്മിലുള്ള കമ്പാരിസണാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് വാമ്പയർ ഡയറീസും അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറലും. ഇതിൽ രണ്ടിൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ആൻസർ ഇല്ല. കാരണം രണ്ടും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റാണ്. ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടും കാണണമെന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ആദ്യം കണ്ടത് വാമ്പയർ ഡയറീസാണ്, പിന്നെ കണ്ടത് സൂപ്പർ നാച്ചുറലാണ്. അതുകൊണ്ട് ഞാൻ ആ ഓർഡർ സജസ്റ്റ് ചെയ്യാൻ പറയുള്ളൂ. കാരണം വാമ്പയർ ഡയറീസിൽ മെയിനായിട്ട് എന്താ പറയുക, വാമ്പയേഴ്സ്, വെയർവോൾസ്, അതുപോലെ വിച്ചസ്, ഇങ്ങനെ ഈ ഒരു 3 കാറ്റഗറി ഉള്ള ഹൊറർ എലമെൻറ്റ്സ് മാത്രമാണ് അതിൽ കവർ ചെയ്യുന്നത്. എന്നാൽ സൂപ്പർ നാച്ചുറൽ അങ്ങനെയല്ല. സൂപ്പർ നാച്ചുറലിൽ എന്താ പറയുക, ഏഞ്ചൽസ് ഉണ്ട്, വാമ്പയേഴ്സ് ഉണ്ട്, ഹണ്ടേഴ്സ്, ഷേപ്പ് ഷിഫ്റ്റേഴ്സ്, ഗോസ്റ്റ്, അങ്ങനെ എക്സെട്ര ഏകദേശം എല്ലാ തരത്തിലുള്ള ഹൊറർ എലമെൻറ്റ്സും അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ റൊമാൻറ്റിക് ടൈപ്പ് സീരീസൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുക വാമ്പയർ ഡയറീസാണ്. കാരണം അതിലൊരുപാട് റൊമാൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, സൂപ്പർ നാച്ചുറലും ഉണ്ട്, പക്ഷേ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പോണൊരു റൊമാൻസോ അല്ലെങ്കിൽ എന്താ പറയുക റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും അതിലില്ല. അപ്പോൾ കുറച്ചും കൂടെ റൊമാൻറ്റിക് എലമെൻറ്റ്സും കൂടെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാമ്പയർ ഡയറീസ് സജസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ഒരു സീരീസ് ലവർ അല്ലെങ്കിൽ എന്താ പറയുക നല്ല സീരീസ് വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടും സജസ്റ്റ് ചെയ്യും. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വളരെ ലെങ്തി ആയിട്ടുള്ള സീരീസാണ്. വാമ്പയർ ഡയറീസും തന്നെ എനിക്ക് തോന്നുന്നു 8 സീസണിൽ ഓരോ സീസണിലും 22 എപ്പിസോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എപ്പിസോഡിൻ്റെ എണ്ണം ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാലോ. അതുപോലെ തന്നെയാണ് സൂപ്പർ നാച്ചുറലും 22 എപ്പിസോഡ് വെച്ച് 10 സീസണും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മെയിനായിട്ട് വാമ്പയർ ഡയറീസിൽ ഇത് 2 ബ്രദേഴ്സാണുള്ളത്, സ്റ്റെഫൻ സാൽവഡോർ അതുപോലെ ഡേവിൻ സാൽവഡോർ. ഇവർ രണ്ടുപേരും വാമ്പയർ ആയിട്ടുള്ള ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരിങ്ങനെ വാമ്പയേഴ്സായി, പിന്നെ അങ്ങനെ ഇവർ പല കാലഘട്ടങ്ങളിലായിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെ കഥ നീണ്ടുപോകുന്നൊരു സീരീസാണ്. അതായത് നമ്മൾ വളരെയധികം ത്രില്ലടിപ്പിച്ചുകൊണ്ടായിരിക്കും എല്ലാ എപ്പിസോഡും എല്ലാ സീസണും പോകുന്നത്. പിന്നുള്ളത് സൂപ്പർ നാച്ചുറൽ ഇതുപോലെ 2 ബ്രദേഴ്സാണ്. പക്ഷേ ഇവർ വാമ്പയേഴ്സോ അല്ലെങ്കിൽ ഗോസ്റ്റോ ഒന്നല്ല, ഇവർ ഹണ്ടേഴ്സാണ്. വാമ്പയേഴ്സ്, ഗോസ്റ്റ്, അതുപോലെ വെയർവോൾസ്, ഇങ്ങനെ പറയണ ഏകദേശം എല്ലാ ടൈപ്പ് ഹൊററായിട്ടുള്ള സൂപ്പർ നാച്ചുറലുള്ള ആളുകളെയും അല്ലെങ്കിൽ സാധനങ്ങളെയും ഹണ്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവർ എന്താ പറയുക, ഹ്യൂമാനിറ്റിക്ക് ത്രെറ്റ് ആയിട്ടുള്ള എല്ലാ തരം സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സിനെ ഹണ്ട് ചെയ്യണ ബ്രദേഴ്സാണ്. അതായത് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഡീൻ വിഞ്ചസ്റ്റർ ആൻഡ് സാം വിഞ്ചസ്റ്റർ. അത് വിഞ്ചസ്റ്റർ ബ്രദേഴ്സ് എന്നാണ് ഇവരെ കോമൺ ആയിട്ട് വിളിക്കുക. അപ്പോൾ ഈ വിഞ്ചസ്റ്റേഴ്സ് എങ്ങനെ ഹണ്ടേഴ്സായി, അതുപോലെ ഇവരാര് ട്രെയിൻ ചെയ്തു, ഇവരെ എങ്ങനെ ഹണ്ടേഴ്സായി മാറി, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ആണ് ഇതിലെ മെയിൻ പ്ലോട്ടായിട്ട് പോകുന്നത്. പിന്നെ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ ഇവർ ഒരു സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റിനെ ഹണ്ട് ചെയ്ത് ആ ഒരു എപ്പിസോഡ് അവിടെ കൺക്ലൂഡ് ചെയ്യും. അതിന് ഈ എപ്പിസോഡ്സിൻ്റെ ഇടയിലൂടെ ആയിരിക്കും മെയിൻ പ്ലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അന്നന്ന് കൺക്ലൂഡ് ചെയ്ത് പോരും. പിന്നെ ഇതിൽ രണ്ടിലേത് ബെസ്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ബെസ്റ്റായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല. കാരണം രണ്ടും ടോപ്പ് നോച്ച് സീരീസാണ്. രണ്ടും എന്താ പറയുക, കാണാൻ താല്പര്യമുള്ളവർ കാണേണ്ട സീരീസാണ്. ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പകരം രണ്ടും എന്താ പറയുക, ടൈമുള്ളവരാണെങ്കിൽ കാണുക എന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ.